അമേരിക്കയിലെ ഇലക്ഷന് ശേഷം നിരവധി വാർത്തകളും വിശേഷങ്ങളുമാണ് നാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിരവധി ട്രോളുകൾ ആദ്യമൊക്കെ ഡൊണാൾഡ് ട്രംപിൽ നിന്ന് വരികയുണ്ടായി. ആ ട്രോളുകളൊക്കെ ഇപ്പോൾ കാര്യമാവുകയാണോ? കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനങ്ങളിലും ഒക്കെ അദ്ദേഹം ഊന്നി പറഞ്ഞു, കാനഡ അമേരിക്കയോട് ചേരണം, ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് വേണം, പനാമ അമേരിക്ക കൺട്രോൾ ചെയ്യും, എന്തുകൊണ്ട് മെക്സിക്കോയെ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് വിളിച്ചുകൂടാ? ഇങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അദ്ദേഹം അധികാരത്തിലേറാൻ വേണ്ടി. എന്നാൽ മറ്റു രാജ്യങ്ങളിലെ നേതാക്കളെല്ലാം ഈ ട്രോളുകളെയൊക്കെ ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കാനഡയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ വിവിധ നേതാക്കൾ തങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിച്ച് കഴിഞ്ഞിരിക്കുന്നു. കനേഡിയൻ പ്രധാനമന്ത്രി ഒരു സ്നോബോൾ ചാൻസ് പോലും ഇല്ല കാനഡ അമേരിക്കയോട് ചേരാൻ എന്ന് പറഞ്ഞു വച്ചിരിക്കുന്നു. കാനഡ ഒണ്ടേരിയോയിലെ മുഖ്യമന്ത്രി ഡക്ഫോർഡ് കാനഡ നോട്ട് ഫോർ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഗ്രീൻലാൻഡ് ഡെൻമാർക്കിൻ്റെ തന്നെ ആയിരിക്കും എന്ന് അവിടുത്തെ പ്രധാനമന്ത്രിയും ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പോകുന്ന പല കാര്യങ്ങളും. എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്? നമുക്കറിയാം, കാനഡയ്ക്ക് മേൽ 25% ആണ് താരിഫ് ഇനി ഡൊണാൾഡ് ട്രംപ് ചുമത്താൻ പോവുക എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പല നെഗോസിയേഷൻസും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാനഡയും അമേരിക്കയും ഒരുപോലെ വളർന്നു വന്ന രാജ്യങ്ങളാണ്. അമേരിക്ക ആദ്യത്തെ ഫെഡറേഷൻ ആണ് എങ്കിൽ രണ്ടാമത്തെ ഫെഡറേഷനാണ് കാനഡ. പലവിധ കൾച്ചറുകളും ഡൈവേഴ്സിറ്റികളും ഉള്ള ഒരു രാജ്യമാണ് കാനഡ എന്ന് പറയുന്നത്. കാനഡ അമേരിക്കയോട് കൂടിച്ചേരുക എന്ന ഒരു കാര്യം ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല എന്ന് വിദഗ്ധർ ഉറപ്പിച്ച് തന്നെ പറയുന്നു. അഭിപ്രായ സർവേകളിലും അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് കാനഡക്കാർക്ക് എല്ലാവർക്കും അമേരിക്കയോട് കാനഡ ചേരുന്നതിന് താല്പര്യമാണ് എന്നാണ് പറയുന്നത്. ഏതാണ്ട് 12 മുതൽ 15% ആളുകൾക്കാണ് അങ്ങനെ ഒരു താല്പര്യമുള്ളത്. നമുക്കറിയാം, ഇവിടുത്തെ ട്രേഡ് റിലേഷൻ എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള ട്രേഡ് പാർട്ണറാണ് അമേരിക്കയും കാനഡയും. അമേരിക്കയിൽ നിന്ന് നിരവധി സാധനങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ചും വിൻ്ററിലുള്ള പ്രൊഡ്യൂസുകളൊക്കെ അമേരിക്കയിൽ നിന്ന്, പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഇങ്ങോട്ട് വരാറുണ്ട്. അതോടൊപ്പം തന്നെ കാനഡയിൽ നിന്നുള്ള മിനറൽസും സ്റ്റീലും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ടും കയറ്റി അയക്കുന്നുണ്ട്. അമേരിക്കയിലെ 20% കാറുകളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കാനഡയിലാണ്. അങ്ങനെ വളരെ ശക്തമായ ട്രേഡ് റിലേഷനുള്ള രാജ്യമാണ് കാനഡ. ഡൊണാൾഡ് ട്രംപ് ഒരു നല്ല ബിസിനസ്മാൻ ആണെന്ന് ലോകത്തിൽ എല്ലാവർക്കും അറിയാം. അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നത് നല്ല നെഗോസിയേഷന് വേണ്ടി ആണ് എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാനഡയുമായിട്ടുള്ള ഇക്കണോമിക് ട്രേഡ് റിലേഷന് വഴി അദ്ദേഹത്തിന് അമേരിക്കയ്ക്ക് എന്ത് മെച്ചമുണ്ടാക്കാം എന്നാണ് അദ്ദേഹം നോക്കുന്നത്. അല്ലാതെ ഒരു യുദ്ധമോ അല്ലെങ്കിൽ കാനഡയെയും അമേരിക്കയും കൂട്ടിച്ചേർത്തുള്ള ഒരു പദ്ധതിയോ ഒന്നുമല്ല അദ്ദേഹം നോക്കുന്നത് എന്നാണ് പല മീഡിയകളുടെയും ഡിസ്കഷനിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ ഏർപ്പെടുത്താൻ പോകുന്ന നികുതിയും അതോടൊപ്പം അമേരിക്കയ്ക്കുണ്ടാവുന്ന മെച്ചങ്ങളുമൊക്കെയാണ് അദ്ദേഹം നോക്കുന്നത്. അമേരിക്കയിലെ ആളുകൾക്കും ഇതൊരു ബുദ്ധിമുട്ടായി തീരും. കാരണം മറ്റൊന്നുമല്ല, 25% ഇവിടെ നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സാധനങ്ങളുടെ വില അവിടെ കൂടും. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രൊഡക്ഷൻ കോസ്റ്റും കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അത് രണ്ട് രാജ്യങ്ങൾക്കും ബുദ്ധിമുട്ടേ ഉണ്ടാക്കുകയുള്ളൂ എന്നാണ് എല്ലാ അഭിപ്രായ സർവേകളിലും കാര്യങ്ങൾ പറയുന്നത്. നമുക്ക് നോക്കിയിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാവും എന്ന് കാണാം. നമ്മുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ പോകുന്നു പല കാര്യങ്ങളും. ഇതെല്ലാം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വാർത്താ വിശകലനങ്ങളിലും അതോടൊപ്പം തന്നെ ചർച്ചകളിലും ഒക്കെ കേട്ട കാര്യങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസം കനേഡിയൻ പ്രധാനമന്ത്രി മുൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഫ്യൂണറലിന് അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ ദിവസങ്ങളിൽ CNN-ഉമായിട്ടുള്ള അഭിമുഖങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം കാര്യങ്ങൾ ഊന്നി പറയുന്നുണ്ടായിരുന്നു. എങ്കിലും നമുക്കറിയാം, ജസ്റ്റിൻ ട്രൂഡോ ഇപ്പോൾ അധിക കാലത്തേക്ക് പ്രധാനമന്ത്രിയായിട്ട് തുടരുകയില്ല. കഴിഞ്ഞ ദിവസത്തെ ന്യൂസിൽ ഞാൻ പറയുകയുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ. അദ്ദേഹം ഇനി രാജിവെക്കുകയാണ്. പുതിയ ലിബറൽ ലീഡർ ഇവിടെ എത്തിക്കഴിയുമ്പോഴേക്കും അദ്ദേഹം പിന്മാറുന്നു. പിന്നെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പുതിയ പ്രധാനമന്ത്രി നമുക്ക് പ്രതീക്ഷിക്കാം ആരായിരിക്കുമെന്ന്. എന്നാൽ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം തുടരുകയാണ്. പുതിയ ലീഡർ വന്നു കഴിയുമ്പോഴേക്കും അദ്ദേഹമായിരിക്കും പുതിയ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ലിബറൽ പാർട്ടി ഇപ്പോൾ ലീഡർഷിപ്പ് റേസ് ആരംഭിച്ചിരിക്കുകയാണ്. ജനുവരി 23 നിരവധി കാൻഡിഡേറ്റ്സ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരും. അതിൽ
പ്രധാനികളായിട്ടുള്ള ക്രിസ്റ്റിയ ഫ്രീലാൻഡോ, ഡൊമിനിക് ലെബ്ലാങ്കോ ഒന്നും ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അവർ ലീഡർഷിപ്പ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്നുള്ള കാര്യം. മാർക്ക് കാർണി എന്ന ആൾ ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് എം പിമാരുടെ ലിസ്റ്റുകളും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഈ കാണുന്നതാണ് പുതുമുഖങ്ങളൊക്കെ. നമുക്ക് ഇനി ആരായിരിക്കും പ്രധാനമന്ത്രി എന്ന് നോക്കിയിരുന്ന് നമുക്ക് കാണാം. ഇലക്ഷൻ നടക്കുന്നതിനെല്ലാം ശേഷമായിരിക്കും, ഇനിയിപ്പോൾ മാർച്ചിലാണ് പാർലമെന്റ് സമ്മേളനം ചേരുന്നത്, അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിരവധി ബില്ലുകൾ പാസ്സാകാനുണ്ട്. ഞാൻ ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പുണ്ടായിരുന്ന വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോൾ നമുക്ക് ടാക്സ് ബെനിഫിറ്റ് ആയിട്ട് $250 കിട്ടുമെന്നൊക്കെയുള്ളത്. കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ടും പാസ്സായിട്ടില്ല. പല കാര്യങ്ങളും അങ്ങനെ ഹോൾഡിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. വെതർ അപ്ഡേറ്റ്സ് നോക്കിക്കഴിയുമ്പോഴേക്കും കാനഡയിൽ ഇപ്പോൾ നല്ല തണുപ്പാണ്. -11 മുതൽ -3 വരെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു വെതർ എന്ന് പറയുന്നത്. എന്നാൽ US കാര്യം മറിച്ചാണ്. US കാലിഫോർണിയയിൽ നല്ല ചൂടും അതോടൊപ്പം തന്നെ കാട്ടുതീയും പടർന്നുകൊണ്ടേയിരിക്കുകയാണ്. $50 ബില്യൺ നാശനഷ്ടമാണ് ഇപ്പോൾ കാലിഫോർണിയയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാനഡയിൽ നിന്നും നിരവധി ഫയർഫോഴ്സ് ഗ്രൂപ്പുകൾ അവിടേക്ക് പോയി സേവനം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഒണ്ടേരിയയിൽ നിന്നും ക്യൂബക്കിൽ നിന്നും BCയിൽ നിന്നുമൊക്കെ നിരവധി ട്രൂപ്പുകളാണ് അവിടെ ഇപ്പോൾ ഹെലികോപ്റ്റർ വഴി തീ അണയ്ക്കാൻ ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ ഫയർ ഫൈറ്റേഴ്സിന്റെ ഹെൽപ്പും കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നത്. കാനഡയിലെ ഇനിയിപ്പോൾ തണുപ്പ് കാലമൊക്കെ മുന്നോട്ട് തന്നെ ഇങ്ങനെ തുടരും. നല്ല തണുപ്പിലോട്ട് കാനഡ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നതൊക്കെ ഉപയോഗിക്കുക. പ്രത്യേകിച്ചും ഗ്ലൗസും പിന്നെ ഫേസ് ഷീൽഡും പിന്നെ നല്ല ജാക്കറ്റും നല്ല ഷൂസും ഒക്കെ ഉപയോഗിക്കുക. ഫ്രോസ്റ്റ് ബൈറ്റ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേക്കും ഗ്ലൗസ് പ്രത്യേകം കരുതുക. അതോടൊപ്പം തന്നെ കാറിൽ യാത്ര ചെയ്യുമ്പോഴേക്കും അത്യാവശ്യം വേണ്ട എമർജൻസി കിറ്റ്സ് ഒക്കെ വണ്ടിയിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഒരു കാർബൺ മോണോക്സൈഡ് ഡിറ്റക്ടർ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ വണ്ടി ഓൺ ചെയ്ത് കുറച്ചു നേരം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിൽ ഒരു ബീപ്പ് സൗണ്ട് കേട്ടു. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കാർബൺ മോണോക്സൈഡ് കൂടിയാണ് നിൽക്കുന്നത്. അത് കാരണമാണ് ഈ സാധനം ബീപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ വിന്ററിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല വെൻസും വണ്ടിയുടെ ഇങ്ങനെ അടഞ്ഞു പോകും. അങ്ങനെ അടഞ്ഞു പോയി കഴിയുമ്പോഴേക്കും വായു സഞ്ചാരം അകത്തുണ്ടാവില്ല. അത് കാരണം ഇത്തരം ഡിറ്റക്ടേഴ്സ് വയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ്. പ്രത്യേകിച്ചും പഴയ വണ്ടിയൊക്കെ ആണെങ്കിൽ ഒരു ഡിവൈസ് നമ്മൾ എപ്പോഴും കരുതുന്നത് നല്ലതാണ്. ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടും. നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങി വയ്ക്കുക. അതാണ് നമ്മുടെ വിന്റർ വാർത്തകൾ. അമേരിക്കയിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പരസ്പരം സഹായിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമ്മുടെ നെറ്റ്വർക്ക് വഴി ആളുകളെ റീച്ച് ചെയ്യുകയോ ചെയ്യാൻ സാധിക്കും. ഇമിഗ്രേഷൻ വാർത്തകളിലേക്ക് കടന്നു കഴിയുമ്പോഴേക്കും പ്രധാനമായിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് പാരൻസ് ആൻഡ് ഗ്രാൻഡ് പാരൻസ് പ്രോഗ്രാം ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു പ്രധാന അറിയിപ്പ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത്, കാനഡ വിൽ നോട്ട് അക്സെപ്റ്റ് ന്യൂ പാരന്റ് ആൻഡ് ഗ്രാൻഡ് പാരന്റ് പെർമനന്റ് റെസിഡൻസ് സ്പോൺസർഷിപ്പ് ആപ്ലിക്കേഷൻസ് അണ്ടിൽ ഫർദർ നോട്ടീസ് അക്കോർഡിംഗ് ടു എ മിനിസ്റ്റീരിയൽ ഡയറക്റ്റീവ് എന്നാണ് വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. നമുക്കറിയാം നാട്ടിൽ നിന്നൊക്കെ ആളുകൾ ഇപ്പോൾ ഇവിടെ വന്ന് സെറ്റിൽ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം മക്കളൊക്കെ ഇവിടെ ആയിട്ടുള്ളവർക്കൊക്കെ ഇവിടെ PR ലഭിക്കുകയാണെങ്കിൽ പല ബെനിഫിറ്റ്സോടുകൂടി ഇവിടെ താമസിക്കാനും അതോടൊപ്പം തന്നെ യാത്രകളൊക്കെ എളുപ്പമാക്കാനും സാധിക്കും. എന്നാൽ ഈ പ്രോഗ്രാം ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ ഇത് ഓപ്പൺ ചെയ്യുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിലൊക്കെ പല റിജക്ഷൻസും ഉണ്ടാവുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും വിസിറ്റ് വിസയിൽ അപ്ലൈ ചെയ്യുന്ന മാതാപിതാക്കൾക്കും നിരവധി റിജക്ഷൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഉള്ള എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് എല്ലാവർക്കും ഉപകാരമാകും. അങ്ങനെ നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഗ്രോ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ലൈവ് സെഷൻ ഉണ്ട്. നമ്മുടെ വെള്ളിയാഴ്ചകളിലുള്ള ലൈവ് സെഷൻ കഴിഞ്ഞ ആഴ്ച വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈവ് സെഷൻ ആയിരുന്നു. അത് ഇംഗ്ലീഷിലായിരുന്നു. കാരണം നമ്മൾ നേരത്തെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള പല ഇൻഫർമേഷൻ സെഷൻസും നമ്മൾ ഈ വർഷം ഇങ്ങനെ നമ്മുടെ ചാനലിൽ കൊണ്ടുവരുന്നുണ്ട്. സെൽഫ് പരീക്ഷയെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ സെഷൻ ആയിരുന്നു. നിരവധി ആളുകൾ അതിൽ പങ്കെടുത്തു. ഇനി കാണാനുള്ളവരൊക്കെ അതൊന്ന് കാണുക. നമ്മുടെ ഈ ആഴ്ചത്തെ ലൈവ് സെഷനിൽ നമ്മൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതാണ്. നമ്മുടെ കമൻസ് ഒക്കെ ഒത്തിരി വായിക്കാനുണ്ട്. അതൊക്കെ വായിച്ച് അതിനുള്ള മറുപടികൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വാർത്തകളൊക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം CBC ന്യൂസ് ഒരു സർവേ നടത്തിയിരുന്നു. അതായത് കൂടുതൽ ആളുകളെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നതിൽ കനേഡിയൻസിന് താല്പര്യം ഉണ്ടോ എന്നുള്ള ഒരു സർവേ ആയിരുന്നു. അതിൽ 80% ആളുകളും ഇങ്ങോട്ട് പുതിയ ആളുകളെ ക്ഷണിക്കുന്നതിൽ താല്പര്യമില്ല എന്ന് തന്നെ പറഞ്ഞു വെച്ചു. അതോടൊപ്പം തന്നെ പല ഫാക്ടേഴ്സും അതിൽ ഉണ്ടായിരുന്നു. കുറെ ആളുകൾ കാനഡയിൽ നിന്നും അവരുടെ
രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, അവർക്ക് കറക്റ്റായിട്ടുള്ള ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൽ ക്രെഡൻഷ്യൽ അസസ്മെന്റ് ക്ലിയർ ആവാതെ വരുന്നു, അല്ലെങ്കിൽ ലൈസൻസ് എക്സാമിനേഷൻസ് വഴി റെഗുലേറ്റഡ് പ്രൊഫഷനുകളിൽ കടക്കാൻ സാധിക്കാതെ വരുന്നു. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് തിരിച്ചു പോകാൻ വേണ്ടി അവർ താല്പര്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ കുറഞ്ഞ വാർഷിക വരുമാനവുമാണ് പല ആളുകൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. $30,000 താഴെ ഇൻകം ലഭിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ കൂടുതൽ കാലം പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ സെന്റർ, കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെന്റ് സെന്റർ, ന്യൂ കമേഴ്സിന് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന ഒരു സെന്ററാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു ഇൻഫർമേഷൻ എനിക്ക് പാസ് ചെയ്യാനുള്ളത്, നിരവധി ആളുകൾ PR ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാനുള്ള പല ഓപ്ഷൻസും ഉണ്ട്. എന്തെങ്കിലുമൊക്കെ പഠിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് അവരുടെ പ്രൊഫൈലുകളിലേക്ക് കടന്നു കയറാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ചും ഒരു കനേഡിയൻ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള പല ഓപ്ഷൻസും ഉണ്ട്. നമ്മുടെ സർവീസ് ഒരു 4-5 വർഷമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലും അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ കമ്മ്യൂണിറ്റിയിലും ഒക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫണ്ടിങ് ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ കരിയർ ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിലോ ഒക്കെ കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെന്റ് സെന്ററിനെ കോൺടാക്ട് ചെയ്യുക. ഇവിടെ നമ്പറും ഇമെയിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിരവധി ആളുകൾ ഇപ്പോഴും ഇവിടെ നമ്മുടെ സർവീസുകൾ തേടുന്നുണ്ട്. ഫ്രീ ആയിട്ടുള്ള സർവീസുകളൊക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ഇമിഗ്രൻസ് ആയിട്ട് വന്ന് ഇവിടെ കനേഡിയൻ സിറ്റിസൺഷിപ്പ് സ്വീകരിച്ചിട്ടുള്ളവർക്കൊക്കെ നാട്ടിൽ പോകാൻ വേണ്ടി വിസിറ്റ് വിസ വേണം, അല്ലെങ്കിൽ OCI കാർഡ് വേണം. OCI കാർഡ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി കുറേ മാറ്റങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും നിങ്ങൾ നാട്ടിലുള്ള രേഖകൾ, റേഷൻ കാർഡ്, പിന്നെ വോട്ടേഴ്സ് ID, ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് അതിൻ്റെ പ്രൂഫ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിനിയിപ്പോൾ OCI കാർഡ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ നാട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള രേഖകളൊക്കെ ക്ലിയർ ആക്കിയിട്ട് ഇങ്ങോട്ട് വരിക. നമ്മളിവിടെയുള്ള BLSന്റെ സെൻറ്ററിലൊക്കെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നത്. നീണ്ട ക്യൂ ഒക്കെ നിന്ന് നമ്മളവിടെ നിന്ന് കഴിഞ്ഞ് നമ്മുടെ അവസരം എത്തിക്കഴിയുമ്പോഴേക്കും രേഖകളില്ലെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. തീർച്ചയായിട്ടും BLSന്റെ വെബ്സൈറ്റ്, പിന്നെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ വെബ്സൈറ്റ് ഒക്കെ നോക്കുക. ഇമിഗ്രേഷൻ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി cic.gc.ca നോക്കുക. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ആഴ്ചത്തെ വാർത്തകളും വിശേഷങ്ങളും. നമുക്കിനി ഈ വരുന്ന വെള്ളിയാഴ്ചയുള്ള ലൈവ് സെഷനിൽ നേരിട്ട് തന്നെ കാണാം. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ വെള്ളിയാഴ്ചത്തെ ലൈവ് സെഷൻ നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരു നല്ല ആഴ്ചയും ദിവസവും ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.